ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കുറേ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു കാർ പർച്ചേസ് ചെയ്യുന്ന പോലെ, ഒരു ഡെലിവറിക്ക് വേണ്ടി കാർ പർച്ചേസ് ചെയ്യുന്ന പോലെ ആയിരിക്കും എൻ്റെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് ചിലവല്ല. വെബ്സൈറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു സാധനം വാങ്ങിച്ചതിൻ്റെ ഒരു ഗെയിൻ എടുത്ത് വിട്ടുകളയുന്ന സാധനമല്ല. അതിലൊരു ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാലാകാലം നമ്മുടെ ബിസിനസ് എൻഡ് ചെയ്യുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടാകും. സോ അതുകൊണ്ട് അതിൽ ഒരു ചിലവായിട്ടുള്ള കൺസിഡർ ചെയ്യേണ്ടത് ലോങ് ടൈമിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ SEOയിലൂടെയൊക്കെ നമുക്ക് ലീഡ് വരാനുള്ളതാണ്, അതിൽ നിന്ന് സെയിൽസ് വരാനുള്ളതാണ് അല്ലേ. അപ്പം അതൊരു അസറ്റാണ്. അതുപോലെ തന്നെ കോണ്ടന്റുകളും അസറ്റുകളും. തീർച്ചയായിട്ടും ഈ വീഡിയോ കോണ്ടന്റുകളുടെ കാര്യത്തിൽ നമ്മളവരോട് അതൊരു അസറ്റ് ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ക്ലയൻസിന് അത് മനസ്സിലാവില്ല, ചെലവാണെന്നാണ് പറയാം. ഒരു വീഡിയോ നമ്മൾ വൃത്തിക്ക് ഷൂട്ട് ചെയ്തെടുത്ത് ഒരു ബഡ്ജറ്റ് മുടക്കി കാലാകാലം നമ്മുടെ ബിസിനസ് ഉള്ള കാലത്തോളം അതിനെ യൂസ് ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിൽ ചിലപ്പോൾ കുറച്ചൊക്കെ അതിനൊരു എക്സ്പെൻസ് ആയിട്ട് കൂട്ടാം. ഇപ്പൊ നമുക്ക് അന്ന് സംഭവിക്കുന്ന കുറച്ച് ചെലവുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന പൈസ, അത് മാത്രമേ അതിലൊരു കോസ്റ്റ് എന്ന് പറഞ്ഞ് മാറിപ്പോണുള്ളൂ. ബാക്കിയെല്ലാം ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. മാത്രമല്ല ആ വീഡിയോ നമ്മുടെ എക്കാലത്തേക്കുള്ള ഒരു അസറ്റാണ്. നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ ചില എവർഗ്രീൻ ക്യാമ്പയിനുകളുണ്ട്. ഈ ക്യാമ്പയിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഈ കോണ്ടന്റ് ആണ്, ഈ അസറ്റാണ്. വീഡിയോ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചില വീഡിയോകൾ ത്രൂ ഔട്ട് ദ പ്ലാൻ, ഇപ്പം നമ്മൾ ഇനീഷ്യലി ചെയ്യുന്ന ചില ജനറൽ കോണ്ടന്റുകളുണ്ടാവും, അത് എല്ലാ കൊല്ലവും ഉപയോഗിക്കാം. കാര്യം പ്രൊഡക്റ്റ് മാറാത്തടത്തോളം കാലം. പിന്നെ ഡെഫിനറ്റ്ലി ഒരു ഡൈനാമിക്സ് വരും. ഇപ്പം ഒരു പുതിയ പ്രൊഡക്റ്റ് റേഞ്ച് വരുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, അതും ഇപ്പോൾ ഈ ആ സമയത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യുക. സോ ബേസിക്കലി ഇൻവെസ്റ്റ്മെന്റുകളും അസറ്റുകളുമാണ് ഈ മാർക്കറ്റിംഗ് കോണ്ടന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും.